ഈ ഭൂമിയിൽ മനുഷ്യർ എത്തിപ്പെടാത്തതും വസിക്കാത്തതുമായ പ്രദേശങ്ങൾ വളരെ കുറവാണ്. അതായത് ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മനുഷ്യർ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട് എന്ന് സാരം. എന്നാൽ ചില ദ്വീപുകളിൽ മനുഷ്യർ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രദേശങ്ങളെല്ലാം മറ്റു മൃഗങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണുള്ളത്. മനുഷ്യർ കാലുകുത്താൻ ഭയക്കുന്ന ദ്വീപുകൾ മുതൽ പെൻഗ്വിനുകൾ ഭരിക്കുന്ന ദ്വീപുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. അത്തരത്തിൽ മൃഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സ്നേക്ക് ഐലൻഡ്. പാമ്പുകൾ ലോകത്ത് മിക്ക രാജ്യങ്ങളിലുമുണ്ട്. എന്നാൽ മനുഷ്യർ കാലുകുത്താൻ ഭയക്കുന്ന പാമ്പുകൾ മാത്രം വാസമുറപ്പിച്ചിരിക്കുന്ന അവരുടേത് മാത്രമായ ഒരു ദ്വീപാണ് ബ്രസീലിലെ സ്നേക്ക് ഐലൻഡ്. ബ്രസീലിലെ പ്രധാന നഗരമായ സാവപ്പോളയിൽ നിന്ന് 120 കിലോമീറ്ററോളം അകലെയായാണ് 110 ഏക്കർ വിസ്തീർണമുള്ള ഈ ദ്വീപ്. വംശനാശം നേരിടുന്ന ഗോൾഡൻ ലാൻസ് ഹെഡ് എന്ന അപൂർവ ഇനത്തിൽപ്പെട്ട ആയിരക്കണക്കിന് പാമ്പുകളാണ് ഇവിടെ താമസിക്കുന്നത്. കൊടിയ വിഷമുള്ള ഇവയ്ക്ക് ഒറ്റക്കടിയിൽ അരമണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കും. തെക്കേ അമേരിക്കൻ വൻകരയിലെ മറ്റു പാമ്പുകളെക്കാൾ 6 മടങ്ങ് വീര്യം കൂടിയ വിഷമാണ് ഈ ദ്വീപിലെ പാമ്പുകൾക്കുള്ളത്. ഇവയുടെ കടിയേൽക്കുന്ന ഭാഗത്തെ മാംസം വരെ ഉരുകി പോകാറുണ്ട്. 1909 മുതൽ 1920 വരെയുള്ള കാലയളവിൽ ഇവിടെ ചെറിയ തോതിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു. ദ്വീപിൽ സ്ഥാപിച്ചിരുന്ന ലൈറ്റ് ഹൗസിന്റെ നിയന്ത്രണത്തിനായുള്ളവരായിരുന്നു ഇവർ. പിന്നീട് ലൈറ്റ് ഹൗസ് ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ആളുകൾ ഇവിടെ നിന്നും വിട്ടകന്നു. നിലവിൽ ഈ ദ്വീപിലേക്ക് പോകുന്നത് ബ്രസീലിയൻ സർക്കാർ വിലക്കിയിട്ടുണ്ട്. ബ്രസീൽ നേവിയുടെ നിയന്ത്രണത്തിലുള്ള ദ്വീപിലേക്ക് പോകാൻ അവരുടെ അനുമതിയുള്ള ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും മാത്രമേ കഴിയൂ. ക്രിസ്മസ് ഐലൻഡ്. ഓസ്ട്രേലിയയുടെ കൈവശമാണെങ്കിലും ക്രിസ്മസ് ദ്വീപിൽ നിന്നും ഓസ്ട്രേലിയൻ വൻകരയിലേക്കുള്ള ദൂരം 2600 കിലോമീറ്റർ ആണ്. ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ടു കിടക്കുന്നതുകൊണ്ടും മനുഷ്യന്റെ അമിതമായ കടന്നുകയറ്റം ഇല്ലാത്തതുകൊണ്ടും ഒട്ടനവധി അപൂർവ സസ്യജന്തുക്കളെ ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ ക്രിസ്മസ് ദ്വീപിനെ മറ്റു ദ്വീപുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതൊന്നുമല്ല. എല്ലാ വർഷവും ഇവിടെ കാണപ്പെടുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് ഞണ്ടുകളുടെ കുടിയേറ്റം. ഏകദേശം 60 ദശലക്ഷത്തോളം ഞണ്ടുകൾ മുട്ടയിടാനായി തീരത്തേക്ക് വരുന്ന ഒരു പ്രകൃതി വിസ്മയമാണിത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് കാണാൻ കഴിയുക. ഈ സമയത്ത് റോഡുകളും പാലങ്ങളും ചുവന്ന ഞണ്ടുകളാൽ മൂടപ്പെടും. അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. 1600ഓളം ആളുകൾ ഈ ദ്വീപിൽ താമസിക്കുന്നുണ്ടെങ്കിലും ഞണ്ടുകളുടെ പ്രജനന കാലത്ത് അവയുടെ സുരക്ഷയ്ക്കായി ചില റോഡുകളും പാലങ്ങളും അടച്ചിടാറുണ്ട്. സീൽ ഐലൻഡ്. ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് ഇത്. മുൻപ് വൈറ്റ് റോക്ക് എന്നർത്ഥം വരുന്ന ബിറ്റെ ക്ലിപ്പ് എന്നായിരുന്നു ഇവിടെ അറിയപ്പെട്ടിരുന്നത്. 5 ഏക്കർ വിസ്തൃതിയുള്ള ദ്വീപിലെ പ്രധാന താമസക്കാർ സീലുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ദ്വീപിന് സീൽ ഐലൻഡ് എന്ന പേര് ലഭിച്ചത്. 64,000ഓളം സീലുകളാണ് ഇവിടെ അധിവസിക്കുന്നത്. ഇവയെ കൂടാതെ വ്യത്യസ്ത ഇനം കടൽ പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണിവിടം. എങ്കിലും 10,000 കണക്കിന് വരുന്ന കേപ്പർ സീലുകൾ തന്നെയാണ് ദ്വീപിലെ പ്രധാന ആകർഷണം. മനുഷ്യരുമായി അടുപ്പമില്ലാത്ത ജീവികളാണ് സീലുകൾ. അതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് ദ്വീപിനടുത്തേക്ക് പോവാമെങ്കിലും ദ്വീപിൽ ഇറങ്ങാനുള്ള അനുവാദമില്ല. വൈറ്റ് ഷാർക്കുകളുടെ പ്രധാന ഇരകളാണ് സീലുകൾ. അവയെ വേട്ടയാടാൻ വരുന്ന വെള്ള സ്രാവുകളെയും ഈ ദ്വീപിൽ കാണാൻ സാധിക്കും. പഫിൻ ഐലൻഡ്. കടും നിറമുള്ള കൊക്കുകളും കറുപ്പും വെളുപ്പും തൂവലുകളുള്ള മനോഹരമായ പക്ഷികളാണ് പഫിനുകൾ. ഐസ്ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിലാണ് ലോകത്തിലെ 60% പഫിൻ ബേർഡുകളും വസിക്കുന്നത്. ജൂൺ മുതൽ നവംബർ വരെ ഏകദേശം 60 ലക്ഷം പക്ഷികളാണ് മുട്ടയിടാനായി ഈ ദ്വീപിൽ ഒത്തുകൂടുന്നത്. പഫിനുകൾ അവയുടെ ജീവിതത്തിൽ ഒരേയൊരു പങ്കാളിയുമായി മാത്രമേ ഇണചേരുകയുള്ളൂ. കുഞ്ഞുങ്ങളെ വളർത്തുകയും സാമൂഹിക ബന്ധം പുലർത്തി ജീവിക്കാനും ആഗ്രഹിക്കുന്ന പക്ഷികളാണ് പഫിനുകൾ. ഭൂരിഭാഗം സമയവും കടലിൽ ചിലവഴിക്കുന്ന ഇവ മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനുമായിട്ടാണ് ഈ ദ്വീപിലേക്ക് എത്തുന്നത്. ശേഷം കടലിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ജനിച്ച അതേ ദ്വീപിൽ പ്രജനനത്തിനായി പോകുന്ന പക്ഷിവർഗം കൂടിയാണിവർ. സൗത്ത് ജോർജിയ ഐലൻഡ്. പെൻഗ്വിനുകൾക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ ഈ ദ്വീപ് അവർ ഇതിനോടകം തന്നെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുമായിരുന്നു. കാരണം നിരവധി പെൻഗ്വിൻ കോളനികളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. പുതിയ സെൻസസുകൾ അനുസരിച്ച് നിലവിൽ ഈ ദ്വീപിൽ 1,00,000 ജോഡി ജെൻഡു പെൻഗ്വിനുകളും 6,000 ചിൻ സ്ക്രാപ്പ് പെൻഗ്വിനുകളും 4,50,000 ജോഡി കിങ് പെൻഗ്വിനുകളും ഉണ്ട്. സൗത്ത് ജോർജിയ ഐലൻഡ് ലക്ഷക്കണക്കിന് മാക്കറോണി പെൻഗ്വിനുകളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ്.
19-ാം നൂറ്റാണ്ടിനും 20-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് എംപറർ പെൻഗ്വിനുകളെ അവയുടെ എണ്ണയ്ക്ക് വേണ്ടി വലിയ തോതിൽ വേട്ടയാടിയിരുന്നു. എന്നാൽ പിന്നീട് അവയുടെ എണ്ണത്തിൽ വളരെ വലിയ വർധനവുണ്ടായി.